ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ എങ്ങോട്ടാ മുങ്ങിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവനെ കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിലേ നമുക്ക് ആപത്താ. ഞാൻ അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല അമ്മേ. ടൗണ് മൊത്തം കറങ്ങി. എടാ, എല്ലാ സ്ഥലത്തും നോക്കാൻ. എന്താ രാജസ്വാമി ആലോചിക്കുന്നത്? നാം നിദ്രയെ കുറിച്ച് ചിന്തിക്കായിരുന്നു ഭക്തേ. നിന്റെ തന്തപ്പടിയാണല്ലോടി. ഹലോ. ഹരീഷ്. ആ, ഹരീഷാണ്. ആരാ സംസാരിക്കുന്നത്? വേണമെന്ന് പറയും. ഇയാളുടെ ഭാര്യയുടെ അച്ഛനാ. എന്തു വേണം? എനിക്ക് മോളോട് സംസാരിക്കണമായിരുന്നു. തൽക്കാലം പറ്റില്ല. മോനെ, ഞാൻ അവളുടെ അച്ഛനാടാ. അതിന് ഞാൻ എന്ത് വേണം? മോളെ, മോക്ക് വേറെ വിശേഷമൊന്നുമില്ലോ? ഒന്നുമില്ല. ക്ഷീണമുണ്ടോ മോളെ? ഇല്ല. സന്തോഷായിട്ടിരിക്കണോട്ടോ. ഹരീഷിനോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അവൻ വളരെ നല്ലവനാ, ആണത്തുള്ളവനാ. ഹരീഷ് ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നതില് അതില് മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പതുക്കെ പതുക്കെ മാറിക്കോളും. അവന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ ചില ന്യായങ്ങളൊക്കെ കാണും. അക്കാര്യത്തെ ചൊല്ലി നിങ്ങൾ തമ്മിൽ പിണക്കൊന്നും വേണ്ട കേട്ടോ. ഇനി മോൾക്കെല്ലാം മോളുടെ ഭർത്താവായ ഹരീഷാണ്. 5 മിനിറ്റിനപ്പുറത്തേക്ക് നിങ്ങളുടെ സൗന്ദര്യ പിണക്കം നീട്ടിക്കൊണ്ടു പോകരുത്. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ മോളെ? ശരി. എന്താ വേണോട്ടാ? മക്കളെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി അവരെ മറ്റൊരുത്തന്റെ കയ്യിൽ കൊടുക്കുന്നവരെ ആദ്യ കൊടുത്തു കഴിഞ്ഞാലോ ചങ്കില് തീ. ഏതു മക്കളുടെ കാര്യം വേണോട്ട് നീ പറയുന്നേ? വേറെ ആരുടെയാ? ശ്രീയുടെ കാര്യം പറഞ്ഞത്. മോള് വേണുവേട്ടനെ വിളിച്ചു. നീ പേടിക്കണ്ട. മരുമകൻ അസഭ്യമൊന്നും പറഞ്ഞില്ല. മോൾക്ക് ഫോൺ കൊടുക്കാൻ അവൻ ആദ്യം തയ്യാറായില്ല. പിന്നെന്തോ എന്റെ ഭാഗ്യത്തിന് കൊടുത്തു. അവൾക്ക് വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ട് വേണുവേട്ടാ? അവൾക്ക് സന്തോഷം തന്നെയായിരിക്കും രാധേ. നമുക്ക് അങ്ങനെയല്ലേ വിശ്വസിക്കാൻ പറ്റൂ. അതേ മാർഗമുള്ളൂ. സത്യത്തിൽ എന്തിനാടി ഇങ്ങനൊരു മനുഷ്യജന്മം? ജീവിതം മുഴുവനും ആധിയും വ്യാധിയും ഇടയ്ക്ക് കെട്ടുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരിറ്റ് സ്നേഹമല്ലാതെ മറ്റെന്ത് സന്തോഷാ ജീവിതത്തില്?
എണീറ്റോ? ഗീത ഒരു ചായ. ആ പത്മാവതി, മോളുടെ കാര്യം പത്മാവതി പറഞ്ഞതുമില്ല, ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചതുമില്ല. കുട്ടി എന്താ പഠിക്കുകയാണോ? അവളുടെ കല്യാണം കഴിഞ്ഞു. വളരെ സന്തോഷം. എവിടെയാ അവളെ കല്യാണം കഴിച്ചയച്ചത്? അതിപ്പോ ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ, പിറകെ അറിഞ്ഞാ മതി. എന്തായാലും ജഗന്നാഥേട്ടൻ അറിയാവുന്ന ഒരാളുടെ മകൻ തന്നെയാ എന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അമ്പിക കല്യാണത്തിന് എതിരും നിന്നില്ലേ? അവൾ ഒരുപാട് തന്ത്രങ്ങളൊക്കെ പയറ്റി അവളുടെ തലതെറിച്ച മകനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാൻ. മാഡം, പക്ഷെ നടന്നില്ല. ദൈവം അതിന് അനുവദിച്ചില്ല. മകളുടെ കല്യാണത്തിന് പത്മ ഉണ്ടായിരുന്നില്ലേ? അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലല്ലോ. അത്തരം സന്തോഷങ്ങളൊക്കെ ദൈവം എനിക്ക് നിഷേധിച്ചിട്ട് കാലം എത്രയായി. മനോഹരമായി പ്രണയിച്ച് മനസ്സമാധാനത്തോടെ ജീവിച്ച രണ്ടുപേർ. നിങ്ങളുടെ ജീവിതം തകരാൻ ഞാനും ഒരു കാരണക്കാരനെന്ന് ഓർക്കുമ്പോ ഞങ്ങളുടെ ജീവിതം തകർക്കാൻ കാരണം കണ്ടെത്തിയവര് വേറെയല്ലേ ജഗന്നാഥേട്ടാ. അവരുടെ ലക്ഷ്യം വിജയം കണ്ടു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവര് പലപ്പോഴും തോറ്റുപോകും. ജീവിതത്തിലാകെ തോറ്റുപോയവളാ ഞാൻ. കരഞ്ഞു തീർന്നുപോയി ആ സങ്കടങ്ങളൊക്കെ. ഇനി ഞാൻ കരയില്ല. ഒക്കെ എന്റെ വിധിയാ. അവനെ കിട്ടിയോടാ ആ ജഗനെ? ഇല്ലമ്മേ, അന്വേഷിച്ചോണ്ടിരിക്ക. അവൻ എങ്ങോട്ടാ മുങ്ങിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവനെ കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിലേ നമുക്ക് ആപത്താ. ഞാൻ അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല അമ്മേ. ടൗണ് മൊത്തം കറങ്ങി. എടാ, എല്ലാ സ്ഥലത്തും നോക്കാൻ. അവനെ കണ്ടെത്തിയേ പറ്റൂ ദീപകെ. കണ്ടു കിട്ടിയാലേ ഉടനെ ഷൂട്ട് ചെയ്തേക്കണം. ആ ശരി അമ്മേ. ആ